ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ എന്താണ് ലിങ്ക് ലിസ്റ്റ് നോക്കി, എന്തൊക്കെ ടൈപ്സാണ് ലിങ്ക് ലിസ്റ്റ് നോക്കി, പിന്നെ അറേസും ലിങ്ക് ലിസ്റ്റും കമ്പയർ ചെയ്തു. ദെൻ ലിങ്ക് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിങ്ക് ലിസ്റ്റിനെ എങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നതിന് കുറേ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷനാണ്, മറ്റേത് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ലിങ്ക് ലിസ്റ്റ് നമുക്കറിയാം, അതിന് രണ്ട് പാർട്ടുണ്ട്. ഒരു പാർട്ടിൽ ഡാറ്റ ആയിരിക്കും, മറ്റേ പാർട്ടിൽ നെക്സ്റ്റ് ഡാറ്റയിലേക്കുള്ള അഡ്രസ്സാണ് പോയിൻ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഡാറ്റ ഉണ്ടായിരിക്കും, ലിങ്ക് ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഒരു നോഡിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ പോയിൻ്ററും സ്റ്റോർ ചെയ്യണം, അതേപോലെ ഈ ഡാറ്റയും സ്റ്റോർ ചെയ്യണം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഇത് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ്റെ ഫിഗറാണ്. ഈ ഫിഗർ എങ്ങനെയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഫിഗറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ അറേസ്. പാരലൽ അറേസ് നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സ്റ്റുഡൻസിൻ്റെ നെയിംസ് ഒരു അരയായിട്ട്, അതേപോലെ സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ ഒരു അരേസ് ആയിട്ട്, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ്, ഗ്രേഡ്സ് ഒക്കെ അതൊക്കെ പാരലൽ അറേസ് ആയിട്ട്, ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള പാരലൽ അറേസ് ആയിട്ടാണ് നമ്മൾ അന്ന് പാരലൽ അറേസ് പഠിച്ചത്. അതിന് എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും വെച്ച് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം പാരലൽ അറേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഈ ഫിഗറിൽ ഫസ്റ്റ് അരേ എന്തിനുള്ളതാണ്? ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള അരയാണ്. സെക്കൻഡ് അരേ എന്തിനുള്ളതാണ്? ലിങ്കിന് വേണ്ടിയിട്ടുള്ള അരയാണ്. ഫസ്റ്റ് അരയിലാണ് ഈ ഡാറ്റ എല്ലാം ഈ ഒരു പാരലൽ അരയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ലിങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് പോയിൻറ്റേഴ്സിനെയും സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഫോർട്രാൻ, ആൽഗോൾ, ബേസിക്, ഇത്തരം കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. കാരണം ലിങ്ക് ലിസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ നമുക്കറിയാമല്ലോ, മെമ്മറിയിൽ ആദ്യം അത് റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ ഫോർട്രാൻ, ബേസിക്, ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ പാരലൽ അറേസ് ആയിട്ട് മാത്രമേ നമുക്ക് ലിങ്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരം കേസുകളിലാണ് നമ്മൾ ഇത്തരം സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡൈനാമിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അരേസ് മെത്തേഡാണ് ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, പാരലൽ അരേസ്. അപ്പോൾ ഈ പാരലൽ അരേസ് ചെയ്യുമ്പോൾ നമ്മൾ അരേസിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, അരേസിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ എന്താ പഠിച്ചിരുന്നത്? നോൺ കോണ്ടിഗ്യൂസ് ആയിരിക്കും എന്നാണ് പഠിച്ചത്. പക്ഷേ ഈ സ്റ്റാറ്റിക് മെമ്മറി റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ ലിങ്ക് ലിസ്റ്റിന് വേണ്ടി ചെയ്യുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ആക്ച്വലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഡാറ്റയും കണ്ടൻറ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല ഒരു ഫിക്സ്ഡ് സൈസ് പാറ്റേണാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഇത്രയും മെമ്മറിയാണ് ഇത്രയും ലിങ്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം അരേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഈ ലിങ്ക് ലിസ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇത്തരം ഫീച്ചേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേ, അഥവാ നമ്മുടെ ലിങ്ക് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ഈ ഡൈനാമിക് റെപ്രസെൻറ്റേഷനാണ്. പ്രത്യേകിച്ച് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫിക്സ്ഡ് സൈസിലുള്ള അരയായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പാരലൽ അരേസൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഫ്രീ പൂൾ ഓഫ് സ്റ്റോറേജിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴാണ് മെമ്മറി സ്പേസ് വേണ്ടത് അപ്പോൾ നമുക്ക് ആ മെമ്മറി സ്പേസ് ഗെറ്റ് ചെയ്യാനും, എപ്പോഴാണ് മെമ്മറി നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഇറേസ് ചെയ്യേണ്ടത് ആ ടൈമിൽ നമുക്ക് ഇറേസ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ചാൻസസ് നമ്മളുടെ ഈ ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ തരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് ഒരു മെമ്മറി ബാങ്ക് ഉണ്ട്, അതേപോലെ ഒരു മെമ്മറി മാനേജറുണ്ട്. ഈ മെമ്മറി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഫ്രീ സ്പേസ് ആയിരിക്കും, കുറേ മെമ്മറി സ്പേസസ് ഉണ്ടായിരിക്കും നമുക്ക്. അതേപോലെ ഈ മെമ്മറി മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. ഇതാണ് ഒരു നോഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന സ്പേസൊക്കെ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പേസൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാമാണ്. മെമ്മറി മാനേജർ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്.
ഈ മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്പേസസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്രയാണ് ഇപ്പോൾ എത്ര 8 ബിറ്റിൻ്റെ സ്പേസ് ആണ് വേണ്ടത്, 4 ബിറ്റിൻ്റെ സ്പേസ് ആണ്. അപ്പോൾ ഒരു ഡാറ്റ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ സൈസ് കിടക്കുന്നത്. നമുക്കറിയാം ഇൻഡിനായാലും ഫ്ലോട്ടിനായാലും ക്യാറിനായാലും സ്ട്രിങ്ങിനൊക്കെ ഡിഫറെൻറ്റ് സൈസസ് ആയിരിക്കും. അപ്പോൾ ഏത് സൈസിലുള്ള സ്പേസ് ആണോ നമുക്ക് നമ്മൾ നീഡ് ചെയ്യുന്നത്, റിക്വയർ ചെയ്യുന്നത്, അതിന് അനുസരിച്ചുള്ള സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും നമ്മുടെ ഈ മെമ്മറി മാനേജർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു നോഡ് റിക്വസ്റ്റ് ചെയ്യാണ്, നോഡ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ മെമ്മറി മാനേജർ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. നമ്മളുടെ മെമ്മറി ബാങ്കിൽ സെർച്ച് ചെയ്യും. അതിനുള്ള സ്പേസ് ഇതിൽ കിടപ്പുണ്ടോ എന്ന് സെർച്ച് ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ സൈസിന്, എന്ന് വെച്ചാൽ ഇപ്പോൾ 8 ബിറ്റുള്ള ഒരു സൈസിലുള്ള ഡാറ്റ ആണെങ്കിൽ അത്രയും സൈസിന് അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അല്ലാതെ അതിൽ കുറവായിട്ടും കാര്യമില്ല, എക്സ്ട്രാ കൊടുത്താൽ വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് അതിൻ്റെ നീഡായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് ഈ കോളർക്ക് അല്ലെങ്കിൽ ആരാണോ റിക്വസ്റ്റ് കൊടുത്തത് അവർക്കത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അവർക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ഗാർബേജ് കളക്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് മെമ്മറി മാനേജറാണ്, ദെൻ ഗാർബേജ് കളക്ടറാണ്. ഈ ഗാർബേജ് കളക്ടർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ലിസ്റ്റ് ഓഫ് നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിങ്ക് ലിസ്റ്റിൽ. അപ്പോൾ അതിൽ ചില നോട്ട്സ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് കുറേ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ നോട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ പ്രോസസ്സിനായിട്ട്. പക്ഷേ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന നോട്ട്സ് ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മെമ്മറി വേസ്റ്റേജ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരം മെമ്മറി വേസ്റ്റേജ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന, എന്ന് വെച്ചാൽ ആ നോഡിൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ ആ നോഡിനെ വീണ്ടും നമ്മൾ ഫ്രീ സ്പേസ് ആയിട്ട് നമ്മുടെ മെമ്മറി ബാങ്കിൽ തന്നെ റിട്ടേൺ ചെയ്യും. അങ്ങനെ ചെയ്താൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വേ, അല്ലെങ്കിൽ ഇതൊരു ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേ എന്ന് പറയാൻ തന്നെ കാരണം ഇതാണ്. കാരണം നെക്സ്റ്റ് ടൈമിൽ ആ വേക്കൻ്റായി കിടക്കുന്ന സ്പേസ് വേറൊരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡൈനാമിക് മെമ്മറി റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ ഡൈനാമിക് റെപ്രസെൻറ്റേഷനാണ് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ് പോളിസി എന്നാണ് ഇതിന് പറയുക. ഇത് ക്വസ്റ്റിന് ചോദിക്കുകയൊന്നുമില്ല, പക്ഷെ അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം എന്താണ് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ, എന്താണ് നമ്മളിവിടെ ഈ ഡൈനാമിക് റെപ്രസെൻറ്റേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഫിഗറാണ്. നമുക്ക് കാണാം ഒരു അവൈൽ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അത് ലിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ലിങ്ക് ലിസ്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് ഡാറ്റ ഉണ്ട്, ഒരുപാട് ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ്സ് ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന കാണുന്നില്ല ഓരോ അഡ്രസ്സ്. ഓക്കെ, 2 ഫീൽഡായിട്ട്, ഇത് സിംഗിൾ ലിങ്ക് ലിസ്റ്റാണ്. അപ്പോൾ 2 ഫീൽഡായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോയിൻ്റായിട്ട് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഫിഗർ ഉണ്ട്. പിന്നെ കളക്ഷൻ ഓഫ് മെമ്മറി ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ മെമ്മറി സ്പേസസ് ഉണ്ട്. അപ്പോൾ ഒരു നോഡ് റിക്വസ്റ്റ് ചെയ്തു, എന്താണ് XY എന്ന നോഡ് റിക്വസ്റ്റ് ചെയ്തു. അതിന് എന്താണ് ഈ ലിങ്ക് ലിസ്റ്റിലൊന്ന് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ മെമ്മറി മാനേജർ എന്ത് ചെയ്യും, ഈ മെമ്മറി ബാങ്കിൽ ഈ XY അലോക്കേറ്റ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ള സൈസുള്ള നോഡ് കിടപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നോഡ് ഗെറ്റ് ചെയ്താൽ അത് അതിനുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അതല്ല അതിന് കപ്പാസിറ്റി ഉള്ള പോയിൻ്റാണോ അല്ലെങ്കിൽ സ്ട്രിങ് ആണോ എന്താ വെച്ചോ അതിന് കപ്പാസിറ്റി ഉള്ള നോഡ് ഇതിനകത്തില്ലെങ്കിൽ, നമ്മുടെ ഫ്രീ സ്പേസിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ റിട്ടേൺ ആയിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യും, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതല്ല അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ആ ലിങ്ക് ലിസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ബഫർ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ പോയിൻ്റർ. കാരണം ഫ്രീ സ്പേസസ് നിന്നാണ് നമ്മൾ ഈ ഒരു നോഡ് എടുക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള നോഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെമ്മറി ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ സ്പേസസിലെ പൂള്, ആ പൂളിൽ നിന്നൊരു സ്പേസ് എടുക്കണം. അപ്പോൾ അതിന് എന്തോ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, ആ അഡ്രസ്സും എടുക്കണം. ആ അഡ്രസ്സിന് നമ്മൾ ആദ്യം ഒരു ടെമ്പററി ബഫറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ നോഡിനെ നമ്മൾ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യും. പിന്നെ ആ പോയിൻറ്റേഴ്സിനെ സ്വാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് എടുത്തിട്ട് നമ്മൾ ആ പോയിൻ്റർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസും നമ്മൾ ആ ലിങ്കിൻ്റെ ഏരിയയിൽ കാണും. അങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഡിലീഷനും ക്രിയേഷനും എല്ലാം നമുക്ക് പ്രോഗ്രാമായിട്ട് അൽഗോരിതമായിട്ടൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഇടില്ല എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ഫിഗറാണിത്. ഈ ഫിഗറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞതാണ് ഗാർബേജ് കളക്ടർ. ആദ്യം ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ മെമ്മറി മാനേജർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർബേജ് കളക്ടറിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ എന്താണ്, അൺയൂസ്ഡ് ആയിട്ടൊരു നോഡ് കുറേ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലെങ്കിൽ എന്തിനാണ് അതിൽ വെറുതെ ഒരു മെമ്മറി വേസ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഈ ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അൺയൂസ്ഡ് ആയി കിടക്കുന്ന നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിനെ എടുത്ത് വീണ്ടും നമ്മുടെ മെമ്മറി ബാങ്കിൽ ഇൻസേർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അതിന് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വെറുതെ മെമ്മറി വേക്കൻ്റ് ആയി കിടക്കില്ല. എന്നാൽ നെക്സ്റ്റ് ടൈം ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ അതാണ് കാണിക്കുന്നത്. ഈ ഡോട്ടറായിട്ട് കാണിക്കുന്നില്ലേ, ആ അൺയൂസ്ഡായി കിടക്കുന്ന നോഡിനെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മെമ്മറി ബാങ്കിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയും. എനിവേ നിങ്ങൾ ഈ ഫിഗറിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഈ ഡോട്ട് ഇട്ട് വീണ്ടും ഈ മെമ്മറി പൂൾക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ? എന്നുവെച്ചാൽ ഈ അവയിൽ എന്ന് പറഞ്ഞ് കണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ഹെഡർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫിഗറിൽ അതാണ് നമ്മുടെ മെമ്മറി സ്പേസസ്, അഥവാ നമ്മുടെ പൂള് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെമ്മറി ബാങ്ക്. അപ്പോൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ മെമ്മറി ബാങ്ക്. ഈ ഡോട്ട് ഇട്ട് കാണുന്നില്ലേ നിങ്ങൾ ഫിഗറിൽ? അപ്പോൾ തിരിച്ചിങ്ങനെ അതിൻ്റെ ആ ഫ്രീ സ്പേസിലേക്ക് തന്നെ പാസ് ചെയ്യാണ്. ആ ഫ്രീ സ്പേസിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ ഒരു പോയിൻ്റിൽ നിന്ന് 2 ആരോ പോകുന്നു. ഒന്ന് ഈ നെക്സ്റ്റ് തേർഡ് നോഡുക്കും ഒന്ന് ഫോർത്ത് നോഡുക്കും. എന്ന് വെച്ചാൽ നമ്മളതിന് മുന്നേ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തല്ലോ നമ്മുടെ ലിങ്ക് ലിസ്റ്റിക്ക്. അപ്പോൾ കൊടുത്ത ആരോ ആണ് അത്. പോയിൻ്റർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് നോഡിക്ക് പാസ് ചെയ്തതാണ്. ഇപ്പോൾ തിരിച്ച് വീണ്ടും അതിൻ്റെ മെമ്മറി ബാങ്കിൽ തന്നെ വരുമ്പോൾ അത് വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ അലോക്കേഷനും ഡി അലോക്കേഷനും ഒക്കെയാണ് ചെയ്തത്, കണ്ടില്ലേ? ഫസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ കണ്ട ഫിഗറിൽ എന്തായിരുന്നു, നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് സ്പേസ്. ഇവിടെ നമ്മൾ ഡി അലോക്കേഷനാണ് നമ്മളിവിടെ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഡാറ്റ തിരിച്ച് വീണ്ടും നമ്മളുടെ മെമ്മറി ബാങ്കിൽ തന്നെ എത്തി, അല്ലേ? കണ്ടില്ലേ? അതിനാണ് ഈ ഡോട്ടർ ആരോയിട്ടുള്ളൊരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടായാലും അലോക്കേഷനും നടന്നു, ഡി അലോക്കേഷനും നടന്നു. നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡാറ്റയല്ല മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിവിടെ പോയിൻറ്റേഴ്സിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ XY ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പോയിൻറ്റേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് അവിടെ ആകെ മാനിപ്പുലേഷൻസൊക്കെ നടത്തിയിട്ടാണ് നമ്മളവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഡി അലോക്കേഷൻ ചെയ്യുമ്പോൾ പോയിൻറ്റേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം പോയിൻറ്റേഴ്സ് വെച്ചിട്ടുള്ള കളിയാണ് ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിനുള്ള അലോക്കേഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി അലോക്കേഷൻ ചെയ്യുന്നത് പോയിൻറ്റേഴ്സ് മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അലോക്കേഷൻ ആയാലും ഡി അലോക്കേഷനൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ പോയിൻറ്റേഴ്സിൽ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ പഠിച്ചു, ഡൈനാമിക് റെപ്രസെൻറ്റേഷനും പഠിച്ചു. രണ്ടും ഡിസ്കസ് ചെയ്താണ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സ് പറഞ്ഞ് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല മിസ്സേ ഇങ്ങനെ മനസ്സിലായി, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നോട് സംസാരിക്കുക. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് എനിക്ക് എന്തോ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ബാക്കിയുള്ള ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇഷ്യൂ വേണ്ട, നിങ്ങൾ പേഴ്സണലായിട്ട് എന്നോട് മെസ്സേജ് ചെയ്യാം, മിസ്സേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് മിസ്സേ. നമുക്കറിയാലോ കോളേജിൽ വന്ന് ക്ലാസ് എടുക്കുന്ന പോലെ അല്ല എത്രയായാലും, എങ്കിൽ കൂടെ മിസ്സേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മിസ്സേ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യില്ലേ, അല്ല എന്തെങ്കിലും വേറെ ഇഷ്യൂ ആണെങ്കിൽ അതങ്ങനെ സംസാരിക്കാം. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഗ്രൂപ്പിലാകുമ്പോഴല്ലേ ഇന്ന ആൾ എന്നോട് പറഞ്ഞു എന്ന് ബാക്കിയുള്ള എല്ലാവരും അറിയാം. അപ്പോൾ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മിനി അസൈൻമെൻറ്റ്സ് ഇടയ്ക്ക് ഇങ്ങനെ തരും. നിങ്ങളിങ്ങനെ വർക്കില്ലാതെ വെറുതെ ക്ലാസ് കേട്ട് വെറുതെ നോട്ട് ചെയ്തിരിക്കില്ല. അപ്പോൾ അസൈൻമെൻറ്റ്സ് തരിക, അതേപോലെ വീക്ക്ലി ടെസ്റ്റൊക്കെ അതിനാണ് തരുന്നത്. അല്ലാതെ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളൊന്ന് എൻഗേജ്ഡ് ആവാൻ, അതായത് നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളിങ്ങനെ മടി പിടിച്ച് ബെഡിലിരുന്നോ കടന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് നോട്ട്സ് എഴുതുന്നത്. ഫുൾ ടൈം ബെഡിലൊക്കെ കടന്നാൽ ചിലപ്പോൾ അറിയില്ല കേട്ടോ. അല്ല അങ്ങനെ എല്ലാവരെയും കുറ്റം പറയില്ല, ചിലരൊക്കെ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ് ചുറ്റുപാടുള്ള അയാൾക്കൊക്കെ ഒരു പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കറിയാം. ഞാൻ അതൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കും അറിയാം ആ സിറ്റുവേഷൻസൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വരുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ആദ്യം എന്നോട് സംസാരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കത് അതൊക്കെ തിരുത്തൽ വരുത്തിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ അതും ക്ലിയർ ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യാൻ നല്ലത്. കാരണം പിന്നെ ഒരു എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അതൊരു എന്താ പറയുക പുനർചിന്ത വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത് വേറൊരാൾ കാണണ്ട. ഓക്കെ, നിങ്ങൾക്ക് പറയാം. പിന്നെ അതിനപ്പുറം ബാക്കിയുള്ള ഈ മിനി അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ക്ലാസ് റൂമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നാലേ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആവുള്ളൂ. കാരണം ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ ഞാൻ വീണ്ടും പറയാറുണ്ട്, ബുദ്ധിമുട്ടായി വരും.
അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് സ്റ്റാറ്റിക് ആയാലും ഡൈനാമിക് ആയാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് പറയാം. നിങ്ങൾക്ക് ഇനി നോട്ട് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊക്കെ എന്നോട് പേഴ്സണലായിട്ട് പറയാം. ഒന്നും പ്രശ്നമില്ലല്ലോ. എനിക്ക് മിസ്സേ എനിക്ക് നോട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എനിക്ക് എഴുതാൻ ടൈം വേണം. അത് ഒരാൾക്ക് നല്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും പറയാം കേട്ടോ മിസ്സേ ടൈം. കാരണം നമ്മൾ എഴുതുന്നത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് തരാം. അപ്പോൾ ടൈം കിട്ടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയാം. അപ്പോൾ മിസ്സേ ഇത് എഴുതി കഴിഞ്ഞിട്ടില്ല, ഓക്കെ, അപ്പോൾ ഞാൻ ടൈം തരും, നോ പ്രോബ്ലം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മളിനി ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നോക്കാം. നിങ്ങളിതിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. റിവിഷൻ എപ്പോഴേ ചെയ്തോളൂ, വളരെ നല്ലതായിരിക്കും. കാരണം 2 മൊഡ്യൂൾ മിക്കവാറും നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.